ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഈവനിങ് വ്ളോഗാണ്. ഒരു റാൻഡം ഈവനിങ് വ്ളോഗ് എന്ന് പറയാം. എല്ലാ ദിവസവും ഇങ്ങനെയല്ല. ചില ദിവസം നല്ല മടിയായിട്ട് നേരെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ചില ദിവസം പ്രൊഡക്റ്റീവായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും. അങ്ങനെയൊക്കെയാണ് പലരും പല ടൈപ്പാണല്ലോ അല്ലേ. കുറച്ചായി ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കാണുന്നു ഈ വൈറൽ പ്രൊപ്പീഷ്യസ് ഐസ്ക്രീം, ഡെസേർട്ടും അല്ല ഐസ്ക്രീമും അല്ല, ഇൻ ബിറ്റ്വീൻ ഉള്ളൊരു സംഭവം. കുറേ നാളായി ഞാൻ കാണുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. സോ ഞാൻ ഇവിടെ കോബാറിൽ അന്വേഷിച്ചിട്ട് ആകെ മാർക്ക് ആൻഡ് സേവിൽ മാത്രമേ ഉള്ളൂ. സോ കോബാർ മാർക്ക് ആൻഡ് സേവിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണത്തിന് 8.99 റിയാലാണ് വരുന്നത്. എനിക്കതിൽ മാംഗോ പ്രൊപ്പീഷ്യസ് ഐസ്ക്രീമാണ് കൂടുതൽ ഇഷ്ടമായത്. പീച്ച് ഓക്കെയാണ്, ബട്ട് മാംഗോ നല്ല ടേസ്റ്റ് ഉണ്ടായി. ഉച്ചയ്ക്ക് ലഞ്ച് കാര്യമായിട്ട് ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈവനിങ് ഒരു സമയമായപ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഓർത്തു. സോ ബീഫ് ഇരിക്കുന്നുണ്ടായി. ഇതിൻ്റെ തട്ടിക്കൂട്ടായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. ഈ ബീഫ് പാകിസ്ഥാനി ബീഫാണ്, കുറച്ച് എല്ലൊക്കെ ഉള്ളത്. ഞാൻ ലുലുന്ന് മേടിച്ചായിരുന്നു. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു മസാലയുണ്ട്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് സംഭവങ്ങളെല്ലാം അതിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം മസാല. അതിൽ നമ്മൾ മിക്സ് ചെയ്യണതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുക. അതുപോലെ ഞാൻ ബീഫ് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ, അത് കഴിഞ്ഞിട്ട് കറക്റ്റ് 20 മിനിറ്റ്സ് ഞാൻ നോക്കും. ആ 20 മിനിറ്റ്സിനുള്ള എത്ര വിസിൽ പോകണ്ടോ അത്ര തന്നെ. ആ 20 മിനിറ്റ്സിൽ കറക്റ്റ് ബീഫ് റെഡി ആയിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ബീഫ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. സോ 1 പോട്ടായിട്ട് എല്ലാം ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കണം. വളരെ സിമ്പിളായിട്ട് തട്ടിക്കൂട്ടിയിട്ട് ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റും ആയിരിക്കും കേട്ടോ. സോ അതിൻ്റെ ഒപ്പം ഞാൻ സൈഡിൽ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ പുട്ടും ബീഫ് എല്ലൊക്കെ ഉള്ളതാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വിത്ത് ചായയാണ് നമ്മൾ ഈവനിങ് ആ സമയത്ത് കഴിച്ചിട്ടുണ്ടായത്. പിന്നെ ഇപ്പോഴത്തെ സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ കുറച്ച് നേരം അതിങ്ങനെ നോക്കി നിൽക്കും. ആ ഒരു ഈവനിങ് സൺസെറ്റ് ടൈമിൽ ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. ആ ഒരു ആകാശമൊക്കെ കാണാൻ അടിപൊളി നല്ല ഭംഗിയാണല്ലേ. അതുകഴിഞ്ഞിട്ട് ഈ കാക്കായ്ക്ക് വന്ന് നമ്മൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് വെക്കുന്ന കുറച്ച് മധുരം കഴിക്കാനായിട്ട് തോന്നി. അപ്പോൾ ഞാൻ പാല് സേമിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും സേമിയ പായസം ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ സേമിയ പായസമായിരുന്നു. ബട്ട് അവസാനം വന്നപ്പോൾ അതൊരു പുഡിങ്ങിലേക്ക് മാറിപ്പോയി. സാരമില്ല, നമ്മൾ ഉണ്ടാക്കണ എല്ലാം ഒരു പെർഫെക്റ്റ് റെസിപ്പി, ഒരു സക്സസ്ഫുള്ളായിട്ട് വരണം എന്നില്ലല്ലോ. ചിലതൊക്കെ അടിപൊളിയാവും, ചിലത് അടിപൊളിയാവില്ല, ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല അല്ലേ. മിൽക്ക് മെയ്ഡും പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാൻ പറ്റി. എന്നാലും ആ കൺസിസ്റ്റൻസി കുറുകിപ്പോയി. സേമിയ ഞാൻ ആഡ് ചെയ്തത് കൂടിപ്പോയി, അതാണ് എനിക്ക് തോന്നണത്. അപ്പോൾ അങ്ങനെ കുറച്ച് കുറുകിയ പുഡിങ് പോലത്തെ സേമിയ പായസം ഞാൻ കുടിച്ചു. പിന്നെ ഞാനും കാക്കായും കൂടിയിട്ട് പുറത്ത് ജസ്റ്റ് ഒന്ന് നൈറ്റ് ഔട്ട് എന്നൊക്കെ പറയാം, അങ്ങനെ പോയിട്ടുണ്ടായി. കോബാർ കോർണിഷിൽ നടക്കാനായിട്ട് പോയിട്ടുണ്ടായി. ഇതെന്നുള്ള പ്രക്രിയയല്ല, ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഞങ്ങളിങ്ങനെ പോകാറുണ്ട്. നല്ല സുഖമാണ് ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ നടക്കാൻ പോകുന്നത്. ഒരു 1 hour 2 hour മാക്സിമം, ഇതിൽ കൂടുതൽ നടക്കാറില്ല. അത്ര നമ്മളിങ്ങനെ നടക്കാറുണ്ട്. ബട്ട് ജാക്കറ്റ് മസ്റ്റാണ് കേട്ടോ, അല്ലെങ്കിൽ പനി ഉറപ്പാണ്. ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ ചെറിയ തണുപ്പും ചെറിയ കടക്കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ അടിപൊളിയാണ്. സോ മിക്കപ്പോഴും എനിക്ക് രാത്രി ഇങ്ങനെ നടക്കാൻ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ നടപ്പ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളൊരു ചായ കുടിക്കാറുണ്ട്. മിക്കപ്പോഴും ടീ ടൈമിൽ നിന്ന് കുടിക്കാറുണ്ട്. അവിടുത്തെ കറക്റ്റ് ചായ കുടിക്കാറുണ്ട്, അതെനിക്കിഷ്ടമാണ്.
അതുപോലെ ഈ പ്രാവശ്യം നമ്മൾ മഹലബിയ എന്ന് പറഞ്ഞ ഈ ഒരു സ്വീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത്ര മധുരം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി ഒരു സംഭവമാണ്. 8 റിയാലാണ് കേട്ടോ വരുന്നത്. പിന്നെ ചായ കുടിച്ചു. ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തണുപ്പൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ചായയൊക്കെ കുടിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ അത്ര തന്നെ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരെ പോയി ഉറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും ഈ വീഡിയോ ചെയ്യാനുള്ളൊരു എൻകറേജ്മെൻറ്റ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.